വരുന്നു. വാ, ഒരു കാര്യമുണ്ട്, എല്ലാം പറഞ്ഞു തരാം. ആരും ശബ്ദമുണ്ടാക്കരുത്. വേട്ടക്കാരൻ ഉണരും. എല്ലാവരും ഇവിടെ ഒളിച്ചിരിക്കണം. എന്നിട്ട് ഞാൻ പറയുന്നത് പോലെ ചെയ്യണം. ഓക്കെ? ആദ്യം ചുണപ്പനുറുമ്പ് പോയി വേട്ടക്കാരന്റെ ചെവിക്കുള്ളിൽ കയറി കടിക്കണം. വേദന സഹിക്കാൻ കഴിയാതാവുമ്പോൾ വേട്ടക്കാരൻ ഇറങ്ങി ഓടും. ആ തക്കം നോക്കി ഒരാൾ വേട്ടക്കാരന്റെ അമ്പും വില്ലും എടുത്തോണ്ട് വരണം. അമ്പും വില്ലും നഷ്ടപ്പെട്ടാ പിന്നെ വേട്ടക്കാരന് ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ പിന്നെ അയാളെ തോൽപ്പിക്കാൻ എളുപ്പമായിരിക്കും. എന്നാ ചോണപ്പ, പണി തുടങ്ങിക്കോ. വേട്ടക്കാരൻ ഉണരാതെ നോക്കണം കേട്ടോ. കടിച്ച് മുറിവുണ്ടാക്കിയ ഉടൻ ചാടി രക്ഷപ്പെടണം. ഓക്കെ? ഓ, അത് ഞാൻ ഏറ്റു. എന്തൊരു വേദനയോ! അയ്യോ, സഹിക്കാൻ പറ്റുന്നില്ല. പോയി വെള്ളത്തിൽ മുങ്ങാം. അയ്യോ, സഹിക്കാൻ പറ്റുന്നില്ല, എന്തൊരു വേദന! അയ്യോ. ഹായ് ചെമ്പ, നമ്മൾ കരുതിയതുപോലെ തന്നെ സംഭവിച്ചു. നീ വേഗം ചെന്ന് അമ്പും വില്ലും എടുത്തോണ്ട് വാ. ഭയപ്പെടേണ്ട, ഞങ്ങൾ നിന്നെ രക്ഷിക്കാൻ വന്നതാ. ചെമ്പൻ ചേട്ടൻ മാത്രമേ ഉള്ളൂ? അല്ല, ഞങ്ങൾ എല്ലാവരും ഉണ്ട്. എല്ലാവരും അവിടെ ഒളിച്ചിരിക്കുക. ധൈര്യമായിട്ടിരിക്കുക. ഞാനിതാ വരുന്നു. അയ്യോ, ചീങ്കണ്ണി, എവിടെ എന്റെ അമ്പും വില്ലും? വേഗം പോയി എടുത്തോണ്ട് വരാം. എന്റെ അമ്പും വില്ലും കാണുന്നില്ലല്ലോ. അണ്ണാരക്കണ്ണ, എന്റെ അമ്പും വില്ലും എവിടെ? ആരെങ്കിലും എടുക്കുന്നത് നീ കണ്ടോ? നീ എന്നെ കളിയാക്കി ചിരിക്കുന്നോ? ഞാൻ നിന്നെ വെച്ചേക്കില്ല. എന്താ ചോദിച്ചത് കേട്ടില്ലേ? അയ്യോ, അമ്മേ! അയ്യോ, അമ്മേ! അയ്യോ, എന്താ ചേട്ടാ? അയ്യോ, എന്റെ കാലിനാരോ അമ്പെയ്തു. അമ്മേ, വേദന സഹിക്കാൻ വയ്യേ. അയ്യോ, കഷ്ടമായി പോയല്ലോ. അമ്മേ! അയ്യോ, ഇതൊന്ന് എടുക്കാൻ സഹായിച്ചാൽ നീ പറയുന്നത് എന്തും ഞാൻ ചെയ്യാം. ചേട്ടൻ എത്ര മൃഗങ്ങളെയും പക്ഷികളെയും അമ്പെയ്ത് മുറിവേൽപ്പിച്ചിട്ടുണ്ട്. അമ്പ് കൊള്ളുമ്പോൾ പാവം ജീവികൾക്ക് എന്ത് വേദനയുണ്ടാകുമെന്ന് ചേട്ടൻ ഇപ്പോൾ മനസ്സിലായില്ലേ? ശരിയാണ്, വേദന സഹിക്കാൻ കഴിയില്ലെന്ന് എനിക്കിപ്പോ ബോധ്യമായി. ഇനി ഞാൻ ഒരിക്കലും ഒരു ജീവിയെയും വേദനിപ്പിക്കില്ല. സത്യം. ശരി, അമ്പെടുക്കാൻ ഞാൻ സഹായിക്കാം. അതിനു മുമ്പ് ഈ അണ്ണാരക്കണ്ണനെ തുറന്നു വിടണം. എന്താ? ഓ ശരി, സമ്മതിച്ചു. ഏതായാലും നിങ്ങൾ എന്റെ കണ്ണു തുറപ്പിച്ചു.
ഇനി ഞാൻ ഒരിക്കലും ആരെയും വേദനിപ്പിക്കില്ല. എങ്കിൽ ശരി, നമുക്ക് പോകാം. നാലഞ്ചു നാളായി ഞാനും ഈ കൂട്ടിലെ മക്കളെ ഓർത്ത് കിടപ്പാണല്ലോ, എന്റെ മക്കളെ ഓർത്ത് കിടപ്പാണല്ലോ. നാലഞ്ചു